മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിലവിലുള്ള പദ്ധതി ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാനുള്ളതാണെന്നും ചികിത്സ നൽകുന്നത് തോന്നുന്നത് പോലെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇൻഷുറൻസ് കമ്പനിക്ക് വിഹിതം നൽകാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മെഡിസെപ്. ചികിത്സ നൽകുന്നത് തോന്നുന്നത് പോലെയാണ്. കൂടുതലും കണ്ണാശുപത്രികളാണ് പട്ടികയിലുള്ളത്. ചില നല്ല ആശുപത്രികൾ പട്ടികയിലുണ്ടെങ്കിലും അവിടെ എല്ലാ ചികിത്സയ്ക്കും ഇൻഷുറൻസ് ലഭിക്കുകയുമില്ല. ഈ രീതിയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ പോലീസ് സേനയുടെ ഏറ്റവും ശക്തിയായി നക്സലായി നിന്ന ആളുകളാണ് നിങ്ങളെല്ലാം. റിട്ടയർ ചെയ്തെങ്കിലും വളരെ സജീവമായി നിങ്ങളെല്ലാം ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായും നമുക്കറിയാം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കുക എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് ഒരു സംസ്ഥാനത്ത് ഒരു വകുപ്പുണ്ടാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ ക്ഷേമ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അത് ഒരു ജാപ്പനീസ് മോഡലിൽ മുതിർന്ന ആളുകളെ കൂടി കൂടുതൽ ക്രിയാത്മകമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. റിട്ടയർ ചെയ്തുവെങ്കിലും കേരളത്തിലെ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2036 ആകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ 38% പേർ മുതിർന്ന പൗരന്മാരായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. മന്ത്രിമാരായ പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ, എം.എൽ.എമാരായ ബി ഗോപകുമാർ, വിഷ്ണു മോഹൻ, മേയർ എ.കെ. ഹഫീസ്, പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി.കെ. ലംബോദരൻ നായർ, ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, ഡി. രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.